കെട്ടിയ കാലത്തെ ഒരു 25 വട്ടെങ്കിൽ 25 വെറൈറ്റിയാണ് ഇറങ്ങാണ്ട് എന്നെ കൊണ്ട് നൂഡിൽസ് തീറ്റിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം പറയും ഇന്ന് മുട്ടട്ടത്, അപ്പൊ എന്തായാലും മുട്ട ഇടാത്തത്, ഇന്ന് ഉള്ളിട്ടത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡാൻമ ലൈഫ് ആട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഷോപ്പത്തെ കാര്യങ്ങളും പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷന് പോകാണ്ട് ബാസികാകൻ ഇപ്പൻ്റെ ഫാമിലിയിൽ. സോ അവിടെയൊക്കെ പോണ വ്ളോഗ് ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ബാക്കി ഞങ്ങളിപ്പോൾ ഇതാ ഷോപ്പിലെത്തി. ജിവാപ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആളെ കാണില്ല, ഇതാ കിടക്കണു. ഓക്കെ, പുതിയ ഏത് സ്റ്റോക്ക് ഞാൻ കാണിച്ചട്ടെ. കുറച്ച് മുട്ടായി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അതിന്റെ പേരെന്താ? അതെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ റീസ്റ്റോക്ക് വന്നത്. ഇതൊക്കെ നമ്മളൊരു ഒരു ഷോർട്ട് ഇട്ടിട്ടുള്ളൂ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഷോർട്ട്സും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ തന്നെ ഇത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പുതിയ കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ പുതിയതാണ്. ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതിന് ഏറ്റവും കൂടുതൽ പോയ പീസ് ഈ ഒരു കളറ്. ഓക്കെ, അപ്പോൾ ഈ കളേഴ്സൊക്കെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കളറുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു മോഡലിൽ ഈ ഒരു കളറ് പുതിയ കളറാണ്. പിന്നെ ഗ്രീന്, ഇതൊക്കെ പുതിയ പാറ്റേൺ ആട്ടോ വന്നത്. ഓക്കെ, നല്ല അടിപൊളി കളറാണ്. ഇതിൻ്റെയൊക്കെ ഷോർട്സ്, ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാനിപ്പം ബാസിക്കൊക്കെ വന്നിട്ട് കാണിച്ചു തരാം. ഇതും പുതിയ ഒരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വേറെ കളറുണ്ട്. ഓക്കെ, ഈ മോഡലിൽ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ മുട്ടായി കളക്ഷൻസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ ഗൈസ്? അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ചുരിദാർ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിവാപ്പ് അത് അയൺ ചെയ്യാൻ പോവാട്ടോ. സിവാപ്പ് ഒന്ന് അയൺ ചെയ്തേ. ചെയ്യണില്ലേ? എന്തിലേ? അപ്പൊ ഞാൻ ഇതിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മോഡൽ കാണിച്ചു തരാം. ബാക്കിയൊക്കെ കളേഴ്സ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ ഇത്. ഓക്കെ, നല്ല കളർ. എനിക്ക് ചെറുതായിട്ട് ജലദോഷവും പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ മായിരിക്കും. ഇതാണ് ഒരു മോഡല്. ഇത് പുതിയ വന്ന മോഡലാണ് കേട്ടോ. ഇതിന്റെ കളേഴ്സ് നല്ല കളേഴ്സ് അവൈലബിൾ ആണ് ഗൈസ്. പ്ലെയിൻ തന്നെ, അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ. ബാസികാക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലല്ലോ ഈ വീഡിയോ പറയണത്, ഞാനായതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ക്ഷമിക്കാം. ഇതാണ് ഇതിന്റെ കളേഴ്സ്. അപ്പൊ ഇതിന്റെ മോഡൽ വരുന്നത്, ഇതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരണം. എത്ര 12ഓളം കളേഴ്സ് അവൈലബിൾ ആണ് ഇൻഡസ്ട്രിയിലൊക്കെ. ഇതൊരു കളറ്, ഈ ഗ്രീൻ ഒരു കളറാണ് കേട്ടോ. ഈ ഗ്രീന്, ഈ ഒരു ഗ്രീന്, പിന്നെ പീക്കോ കളറ്. ഓക്കെ, ഇതൊക്കെ സെയിം ഞാനിപ്പട്ടെ കാണിച്ച ഇതിന്റെ കളേഴ്സ് ആണ്. ഈ ഒരു കളറ്, ഈ ഒരു കളറ്, ഇത്, പിന്നെ ഇത് എന്തിന് പേരറിയില്ല. ഇതിൽ 2 കളേഴ്സ് ഉണ്ട് കേട്ടോ, ലൈറ്റും ഡാർക്കും. ഓക്കെ, പിന്നെ ഈ ഒരു കളറ്. പിന്നെ വരുന്നത് ബ്ലാക്ക്. എല്ലാവർക്കും ബ്ലാക്ക് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് കിട്ടിയിട്ടുള്ളൂ. സോ ബ്ലാക്ക് ഒരു 10 പീസോളം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയും സ്റ്റോക്ക് ഇറക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കളർ ഈ ഒരു കളർ. ഓക്കെ, അപ്പൊ ഒരു 12 കളർ ഉണ്ടാവില്ല മാക്സിമം. 12 കളർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് മോഡൽ നമ്മളിത് ഫസ്റ്റ് കാണിച്ചൊരു മോഡലാണ്. അതിൽ ഈ ഒരു കളർ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കളർ വന്നിട്ട് ഇതാ. ഓക്കെ, ഇതിന് കുറെ വെറൈറ്റി വേറെ കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണ് വരാം, അടിപൊളിയല്ലേ? അപ്പം ഇതില് വരുന്ന കളേഴ്സ് വരുന്നത് ഈ ഒരു കളർ, പിന്നെ ഡാർക്ക് പീക്കോക്ക് ഗ്രീൻ അല്ലത്, ഡാർക്ക് പീക്കോക്ക് ഗ്രീൻ. ഓക്കെ, പിന്നെ അങ്ങനെ പറയല്ലേ. പിന്നെ ഈ ഒരു കളർ. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു കളർ. മനസ്സിലായോ? ഇനി ഞാൻ നെക്സ്റ്റ് ഇത് കാണിച്ചുതരാം, മോഡല് കാണിച്ചുതരാം. നെക്സ്റ്റ് മോഡല് വരുന്നത് ജിവാപ്പോ മമ്മ കാണിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പപ്പ ഇവിടെ? പപ്പ പോയാ? താത്തേ
കേട്ടോ. അമ്മ പോവാണ്, അമ്മ പപ്പന്റെ അടുത്ത് പോണം കേട്ടോ. അപ്പൊ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത്. ഈ ഒരു മോഡലും പുതിയതാട്ടോ, നമ്മുടെ അടുത്ത് ഇതിന് മുന്നേ വന്നിട്ടില്ല. ഓക്കെ, കണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇതിൽ വരുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിക്കാൻ കൊടുക്കാൻ പോയ ചിലപ്പോൾ ബാസിക്കാർക്ക് ഇനി തല്ലിയാലോ, കുറേ ഞാൻ കാണാണ്ട് പോയി അടിക്കാൻ കൊടുത്തത് ഗൈസ്. ഇനി ഇതൊക്കെ അടിച്ചു വരുമ്പോ ഞാൻ പറയും ഇതൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടാണെന്ന് പറയും. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? ഓക്കെ, നല്ല രസല്ലേ ഈ ഒരു മോഡല്. സിമ്പിള് നോക്കുന്ന ആൾക്കാർക്കും പിന്നെ കോഡ്, അതായത് കല്യാണത്തിന് കോഡ് നോക്കുന്നവർക്കും കല്യാണ ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. സിമ്പിളും ആണ്, എന്നാലും കുറച്ച് ഹെവിയും ആണ്. ഓക്കെ, ഈ ഒരു മോഡലിൽ വരുന്നത് ഈ ഒരു കളർ. ഓക്കെ, പിന്നെ വരുന്നത് ലാവൻഡർ. ഇതിന്റെ വർക്ക് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു യെല്ലോ, ലെമൺ യെല്ലോ എന്ന് പറയും, ഈ യെല്ലോ. സോ ഇതാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത്. പിന്നെ നമുക്ക് വന്നത് റീസ്റ്റോക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതിന് മുന്നേ വന്നൊരു പാറ്റേൺ ആണ് ഇത്. അപ്പൊ ഇതാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു മോഡല്. ഓക്കെ, ഈ ഒരു കളറിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു കേട്ടോ. ഇവിടുന്ന് കസ്റ്റമർ വന്ന് ജസ്റ്റ് നോക്കി എടുത്തു പോയി. അത്രയ്ക്ക് ഇപ്പൊ ട്രെൻഡിങ്ങിൽ കളിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഷോളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ, കണ്ടോ നല്ല കളറാണ്, നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. അപ്പൊ ഇത്രയും പാറ്റേൺ നമ്മള് റീസ്റ്റോക്കും പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട്. അതും അതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു കളറിൽ ഞാനൊരു അടിപൊളി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചാട്ടെ. റെഡ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ നെക്സ്റ്റ് മോഡല് വരുന്നത്. റെഡ് കളറിൽ സെമി സ്റ്റിച്ച് അല്ലേ ഇതിന്റെ പറയുന്നടാ? യെസ്, സെമി സ്റ്റിച്ച്. അതായത് 3XL 4XL വരെ യൂസ് ചെയ്യും, അടിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. നല്ല അടിപൊളി വർക്കാണ് വരുന്നത്. ഇതും നല്ല മക്കള്. ഇതിന്റെ ഷോൾ നിങ്ങൾ കണ്ടാൽ പറ്റും. ഷോള് കാണിച്ചാൽ യെസ്. എങ്ങനെയുണ്ട് ഷോള്? കിട്ടില്ല, ഇത് ഞാൻ കണ്ട പാടത്തൊന്നും അടിച്ചു മാറ്റിക്കണേ. വാസികാക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് അടിച്ചു മാറ്റി വേഗം പോയി അടിക്കാൻ കൊടുക്കും ഗൈസ്. അതാണ് എന്റെ പണി. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു രക്ഷയില്ലാത്തൊരു കളറും ഡിസൈനും ആട്ടോ വരുന്നത്. ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വാസികാക്ക എനിക്കറിയില്ല, പ്രൈസ് ഇട്ടിട്ടില്ല. ഇപ്പൊ നമ്മള് സ്റ്റോക്ക് പൊട്ടിക്കുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പിൽ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കിയാൽ മതി. വാസികാക്ക നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇതേ മോഡല് ഇതേപോലെ നമുക്ക് 2-3 ഐറ്റം കൂടി വന്നിട്ടുണ്ട്. അതും ഞാൻ ഇതിന്റെ കൂടെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ വെറൈറ്റി ബിറ്റ് വരുന്നത്. ഇത് കണ്ടപ്പോ തന്നെ മനസ്സ് പറയാം അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഷോളാണ് ഷോളോന് ഇട്ട് കിടക്കായിരുന്നു, തലേന്ന് പോകൂല അറിഞ്ഞിട്ട്. അത്ര പേൾ വർക്കാണ്. പേൾ വർക്കും സ്റ്റോൺ വർക്കും ആട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. യെസ്. ഓക്കെ, അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്തത് കുറച്ച് പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന്റെ ഷോള് ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ ഒന്നും എന്നോട് ചോദിക്കരുത്. ഓക്കെ, ഇത് എന്ത് മെറ്റീരിയൽ ഒന്നും അറിയില്ല. അത്രക്കും വർക്കാട്ടത് ഇതില് ഷോളില് വരുന്നത് കേട്ടോ ഗൈസ്. ഓക്കെ, ഫ്ലോറലും എല്ലായിടത്തും വർക്ക് വരുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ കിട്ടുമെന്ന് അറിയില്ല. കസ്റ്റമർ വരാണെങ്കിൽ ചിലപ്പോൾ ഇത് അതിന് മുന്നേ ഞാൻ വ്ളോഗിൽ ആഡ് ആക്കിയതുകൊണ്ട് കിട്ടും. ഓക്കെ, ഇതാണ് വരുന്നത്. ഇതേപോലെ വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഒതുക്കുങ്ങല് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് മുകളിലത്തെ ബിൽഡിംഗ് ആട്ടോ. JBZ തന്നെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ലൊക്കേഷൻ നമ്മള് വാട്സപ്പിൽ ഒന്ന് ഹായ് അയച്ച അതിൽ തന്നെ നമുക്ക് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ലൊക്കേഷൻ ഇട്ടിട്ട് വരാം. ഓക്കെ, ഒരുപാട് കളക്ഷൻസ് നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ പാർട്ടി വെയർ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ഡെനീമിന്റെ കളക്ഷൻസ് വരെ അവൈലബിൾ ആട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കുഞ്ഞു വ്ളോഗാണല്ലോ, കുറേ സാധനങ്ങൾ കാണിക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ള് ബിറ്റ് കളക്ഷൻസ് കാണിക്കുന്നത്. അത് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ വീഡിയോ എടുക്കാണ്ട് തന്നെ നമ്മളെ ഷോപ്പിൽ സ്റ്റോക്ക് ഔട്ട് ആയ ഒരു ബിറ്റും കൂടി ഉണ്ടായി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഒരു മോഡല്. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്കിത് പാർട്ടി വെയർ കല്യാണ വെഡിങ്ങിനല്ല പോയത്, വെഡിങ്ങിനാണ് ഇത് അപ്പൊ തന്നെ പോയ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് റീസ്റ്റോക്ക് കിട്ടിയത് കുറെ കഴിഞ്ഞിട്ടാണ്.
കസ്റ്റമർ വരുന്നുണ്ട് ഗൈസ്, ഞാൻ കുറച്ചായിട്ട് പറഞ്ഞത്. അപ്പൊ ഗൈസ് കുറച്ച് നല്ല തിരക്കായിരുന്നു. കസ്റ്റമർ ഇപ്പഴാ പോയത്. അപ്പൊ എനിക്ക് വേഗം 4 മണിയാകുമ്പോ ഉപ്പന്റെ അടുത്ത് എത്തണം. ഞങ്ങളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ഞാനൊരു പച്ചപ്പിറ്റിന്റെ അവിടെ സ്റ്റെക്കായി നിന്നില്ല, ഞാൻ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ എന്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടില്ല, ഞാൻ അടിച്ചിട്ടിട്ടുണ്ട്. ഇത് ചോദിക്കേണ്ടത് ഒറ്റ പീസും അവൈലബിൾ അല്ല കേട്ടോ, ഒക്കെ പോയിട്ടുണ്ട്. സിവാപ്പ് ഉടുപ്പായിരുന്നു, പക്ഷെ അവൾക്ക് അത് ഉടുപ്പ് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ വേഗം ഇതിട്ടു. ഓക്കെ, ഇനി അവളെ മുടി കെട്ടാണ്ടില്ലേ, നമ്മളിപ്പനെ അടുത്ത് പോവല്ലേ? ആ ഓക്കെ, ബാസിനൊക്കെ താഴത്ത് വെയിറ്റിംഗ് ആട്ടോ. ഞാൻ ഇപ്പൊ വേഗം പോയിട്ട് ജിവാ. അപ്പൊ ഗൈസ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നേരെ ഷോപ്പിലെത്തി. പനി കുറച്ചധികം ആവുണ്ടോ എന്നൊരു ഡൗട്ട്. നല്ല ജലദോഷം. അയ്യാ എനിക്കല്ലെങ്കിൽ ആ പനിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പരിപാടിന്റെ വ്ളോഗോ അല്ല ഷോർട്സ് അങ്ങനെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, അത്രയും ക്രൗഡായിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാവരും സെൽഫി എടുക്കണോ, കുറേ ആൾക്കാർ പരിചയപ്പെടണോ. അപ്പം അതിൻ്റെ ഇടയിലൊന്നും ഞാൻ ഒറ്റക്കല്ലേ, ബാസിക്കൊക്കെ പുറത്തല്ലേ ഉണ്ടാവുക. അപ്പോൾ പിന്നെ സിവാപ്പ് ഉപ്പൻ്റെ അടുത്തേനു. അപ്പം എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറിയൊരു വീഡിയോൻ്റെ ഭാഗം ഞാൻ അതിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഷോപ്പിലെത്തി സിവാപ്പ് നല്ല ഉറക്കാണ്. ഇനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. ബാസിക്കൊക്കെ ഇന്ന് ഫുഡ് എന്താ? പട്ടിണിയാ? ഞാൻ അവിടുന്ന് കുറച്ച് ഫുഡാ കഴിച്ചേ. പക്ഷെ എന്നാലും എനിക്ക് വിശക്കുണ്ട്. എനിക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ല പോലെ അറിയില്ല. എനിക്ക് ദേഷ്യം വരും. ഈ നത്തിന്റെ മാരിയായ മതി. ഇത് എത്ര തിന്നാലും തടിച്ചൂല. ഞാനുണ്ടല്ലോ ഇത് വാട്സപ്പില് ഒരു ബിരിയാണിന്റെ ഫോട്ടോ കണ്ടാതാ തടിച്ച്. ഞാനിപ്പോ 65 കിലോ ഉള്ളു. സ്മെല്ല് ചെയ്താ ഞാൻ തടിച്ച്. ഇത് 2 കിലോ ബിരിയാണി തന്നാലും നോ തടി. പക്ഷെ എനിക്ക് നല്ല പനി. ഐസ്ക്രീം മേടിച്ചു തരില്ല. ബാസിക്കാക്കു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കണത്. ബാസിക്കാക്ക കുട്ടിക്ക് രാവിലെ മുതൽ പണിയെടുത്തു. താടി വരാതെ വീഡിയോയിൽ വരൂല. അതായത് നിങ്ങള് ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഈ സാധനം എടുത്ത് കൂട്ടിയ പാർട്ടി വെയർ. കുറച്ചൊന്നല്ല, ഏകദേശം ഒരു 4-5 പാർട്ടി വെയർ. അതൊക്കെ ഇട്ട് ഞാൻ പോയപ്പോ ഉണ്ടല്ലോ, പിന്നെ നോക്കാത്ത ആൺകുച്ചേ കുട്ടികളില്ല, ആൾക്കാരില്ല. ആണുങ്ങൾ നോക്കിയെന്നെ ചെറുതായിട്ട് ഞാനും നോക്കി. പിന്നെ കൊറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. കണ്ടോ, ഞാൻ ക്യൂട്ടായിരുന്നു. എല്ലാവർക്കും എന്റെ ആ ഡ്രസ് ഇഷ്ടമായി. ഷോപ്പിലുണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, സ്റ്റോക്ക് ഔട്ടാണ്. സ്റ്റോക്ക് ഔട്ട് ഞാൻ അന്ന് അടിച്ചാൽ കൊടുത്തപ്പോ എല്ലാവർക്കും വാങ്ങി തന്നതാ. പക്ഷെ വാങ്ങേണ്ടവർ അന്ന് തന്നെ വാങ്ങിക്കണം കേട്ടോ. എന്താ അതിന്റെ 4 പീസ് എന്താണ്, അതിന്റെ 4 പീസ് വാങ്ങി. നോ താടില്ലാതെ എനിക്ക് മടിയാ മുഖം കാണിക്കാൻ. ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള മടിയെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മള് കോഡ് സെറ്റില് വേറൊരു പ്രിന്റ് ഇറങ്ങിയിട്ടില്ലേ? കോഡ് സെറ്റിൽ കുറെ പ്രിന്റ് അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ഇതാണ് ഐറ്റം കേട്ടോ. അതായത് ഇത് ഷർട്ട് മാത്രല്ല, വിത്ത് സ്കേർട്ട് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ മുന്നേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇതിന്റെ പ്രിന്റ് വരുന്നത് കുറച്ച് വലുതായിരുന്നു. അത് ചിലർക്ക് അത്ര വലിയ പ്രിന്റ് വേണ്ട, സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഉണ്ടായിരുന്നു. ഇതിന്റെ സിമ്പിൾ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ നല്ല വർക്കാണ് കേട്ടോ വരുന്നത്. ത്രെഡ് വർക്ക് തന്നെയാണ്. ജെറ്റ് ബ്ലാക്ക് കളറാണ്. പിന്നെ പ്ലസ് സൈസ് ഉള്ളവർക്ക് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. മാത്രല്ല ഇനിയിപ്പോ സ്ലിം ആയവർക്ക് തന്നെ കുറച്ച് സ്ലിം ആയവർക്ക് കുറച്ച് തടി തോന്നണം എന്നുള്ള ലെവലിൽ കിടണമെങ്കിൽ അതിനും പറ്റും. മെയിൻ ഹൈലൈറ്റ് അതിന്റെ ഇതാണ്, സ്കേർട്ടാണ്. നല്ല സ്ട്രെച്ചി ടൈപ്പ് സ്കേർട്ടാണ്. അതിന്റെ 3 കളേഴ്സ് അവൈലബിൾ ആട്ടോ. 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ ഇനി വീട്ടിൽ ചെല്ലണം. ബാസികാക്ക നിങ്ങൾക്ക് അടിപൊളി ഫുഡൊക്കെ മേടിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴിക്കാം. ഞാൻ നിനക്ക് ഫുഡ് മേടിച്ചല്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഞങ്ങൾക്ക് വയ്യാത്തല്ല, ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട, അല്ലല്ല, ഞാൻ ഉണ്ടാക്കി തരാം. അല്ലല്ല, ഞാൻ ഉണ്ടാക്കി. ഞാൻ നിന്റെ കുക്കിങ്ങാ നൂഡിൽസ്. അയ്യേ കെട്ടിയ കാലത്തെ ഒരു 25 വട്ടെങ്കിൽ 25 വെറൈറ്റിയാണ് ഇറക്കാണ്ട് എന്നെ കൊണ്ട് നൂഡിൽസ് തീറ്റിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ഇന്ന് മുട്ട ഇട്ടത്, അപ്പൊ എന്തായാലും മുട്ട ഇടാത്തത്, ഇന്ന് ഉള്ളി ഇട്ടത്, അപ്പൊ നാളെ ഉള്ളി ഇടാത്തത്. അതല്ല, നൂഡിൽസില് ധാരണ വിളിക്കണേ. സോറി, കസ്റ്റമറാ. ഓക്കെ, അപ്പോ
അപ്പൊ ഇന്ന് പോയിട്ട് ഞാൻ നല്ല ഫുഡ് കഴിക്കാൻ പോകും. നൂഡിൽസ് ഞാൻ മുട്ട നൂഡിൽസ് ജലദോഷം വന്നാൽ എനിക്ക് നല്ല ഫുഡ് കഴിക്കണം. പുറത്തോനെ എനിക്ക് പനി ജലദോഷം വരാക്കെ ഞാൻ പ്രാർത്ഥിക്കാം. നോക്കിയാലോ ആരാൻ്റെതോ ജൊരിയിലെ കൂടിക്കണോ നല്ല തൂക്കിയില്ല നമ്മള്. അപ്പൊ 65 കിലോനാണ് ജുബിന്റെ വെയിറ്റ്. ഒടഞ്ഞൊരു സാധന. ഇതായത് ഞാനൊക്കെ ചെലപ്പോ ജുബിയെ എന്നിട്ടിങ്ങനെ തൊട്ടിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് അടിയാളായി വെജാ കൈ പൊക്കാന് നീര് വന്നു. ആ സെൻസിറ്റീവ് ഏതോ ടൂത്ത് പേസ്റ്റിന്റെ പേരല്ലേ? ആ വിശക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോ പരിപാടി ഇങ്ങോട്ട് എത്തിയിട്ട് ഒട്ടോരെ നേരെക്കണ പത്തോ ഒരു 2 മണിക്കൂർ ഒരു ശരാശരി മനുഷ്യന്റെ ശരീരത്തില് പൊറാട്ടയും പിന്നെ അതൊക്കെ തിന്നേ കസ്റ്റമർ തിന്നാൻ പറ്റാതെ ഞാൻ പറയട്ടെ. ചുറ്റുപാട് ആൾക്കാർ എല്ലാരും കണ്ണെടുക്കെടുക്കണ്ട്. വ്ളോഗർ ജുബിന്റെ ഒരു ആർത്തി പറഞ്ഞ വേറെ ആരോ ചാനലിൽ ഇട്ടാലും വെച്ചിട്ടേക്കാരല്ലേ? പതുക്കെ ജോലി കൊടുക്കുക സ്റ്റാൻഡേർഡ് അതെല്ലാരും അങ്ങനെ തന്നെ. പെണ്ണുങ്ങള് പ്രത്യേകിച്ച് പുറത്തുനിന്ന് സ്റ്റാൻഡേർഡ് ആയി തിന്നുള്ളൂ. വീട്ടിൽ നിന്ന് മാറി വലിച്ചു വാരി തിന്നൂലല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ സോംബി മാറിക്കുമ്പോൾ പരിന്ന് തിന്നിട്ടുണ്ടായില്ല. ഞാൻ വീഡിയോ അറിയാതെ എടുത്തൊക്കെ ഇത് മറ്റൊരു വൃത്തിയട്ട മുഖം ആടാ കടാ സോംബി ചിരി. ഇങ്ങനെ പേടിയാണ്. കഴിഞ്ഞോ? എനിക്ക് മനസ്സിലായി. ഇതില്ലേ നമ്മളെ മേക്കപ്പ് ആയില്ലേ ഓള് ഇങ്ങനെ ചിരിക്കില്ല. ഓളെ ട്രോള് കേട്ടോ. ഓ മൈ ഗോഡ് അൻസിനല്ലേ വ്ളോഗിൽ തകർത്തോള്. അല്ല അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി എന്തോ തലക്ക് ചൂടായ പീടിയ പൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടി അടക്കരുത് ഉറക്കാണ്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാൻ കഴിച്ചു. അതുവരെ ബൈ ബൈ ടാറ്റ.